2025 SSLC പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ മൗണ്ടെയിൻ റേഞ്ചസ് ടു വിച്ച് കാഞ്ചൻജംഗ ബിലോങ്സ്. കാഞ്ചൻജംഗ ഏത് മൗണ്ടെയിൻ റേഞ്ചിലാണ് വരുന്നതെന്ന്? ഏത് മൗണ്ടെയിൻ റേഞ്ചിലാണ്? ഹിമാദ്രിയിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഹു ഫോംഡ് ദ സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി ഫോം ചെയ്തത് ആരാണ്? CR ദാസും പിന്നെ ഒരാളും കൂടിയുണ്ട്. ആരാണ്? മോത്തിലാൽ നെഹ്റു അല്ലേ? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഗവൺമെന്റ് ഹൂസ് വേർഡ്സ് ആർ ദീസ്. എന്താണ്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന ഒരു വേർഡ്സ് പറഞ്ഞു. അതാരാ പറഞ്ഞത്? N. ഗ്ലാഡൻ. അടുത്തത്, ഐഡന്റിഫൈ ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ്. കമ്പനികളുടെ പ്രോഫിറ്റിന് മേലും അല്ലെങ്കിൽ അവരുടെ ഇൻകത്തിന് മേലും ചുമത്തുന്ന നികുതി. അതിൻ്റെ പേരെന്താണ്? കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് കമ്പനികളാണല്ലോ. അപ്പോൾ എന്താണ്? കോർപ്പറേറ്റ് ടാക്സ്. എൻ്റെ ആൻസർ എന്താണ്? കോർപ്പറേറ്റ് ടാക്സ്. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. ദ ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഭദ്രാവതി. ഏത് സ്റ്റേറ്റിലാണ് ഭദ്രാവതി? കർണാടക സ്റ്റേറ്റിലെ ഭദ്രാവതി അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് സൗത്ത് ഇന്ത്യയിലെ അല്ലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇനി നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, കാണ്ട്ല പോർട്ട്, നർമ്മദ റിവർ, ഈസ്റ്റേൺ ഗാർഡ്സ്, ഇത്രയായിരുന്നു. അപ്പോൾ കണ്ടല്ലോ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ ട്രയാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാണ്ട്ല പോർട്ട്, ഗുജറാത്തിലെ കാണ്ട്ല പോർട്ട്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് ഡോട്ട് വെച്ചിട്ട്. പിന്നെ റിവർ നർമ്മദ അതിൻ്റെ താഴെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്.